നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. എൻഡിഎ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ വിജയം കൈവരിച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു എൻഡിഎ പ്രതിനിധിയെ മലയാളികൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ്. എന്നാൽ അതുകൂടാതെ ഗണ്യമായ നിലയിൽ വോട്ട് വർധനയാണ് ബിജെപി ഇത്തവണ കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ 15% ഉണ്ടായിരുന്ന എൻഡിഎ വോട്ട് ഇപ്പോൾ ഏതാണ്ട് 20% ഉള്ളത്. ആലപ്പുഴയിൽ ശക്തമായ പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനും നൽകുന്ന സൂചനകൾ വ്യക്തമാണ്. കേരളത്തിൽ ബിജെപി നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി BDJSനും ചെറുതല്ലാത്ത പങ്കുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒതുങ്ങില്ല എന്നും കേരളം പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് BDJSനും തുഷാർ വെള്ളാപ്പള്ളി. ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് BDJS ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ തന്നെ പല മേഖലകളിലും ഗ്രൗണ്ട് തലത്തിൽ BJPക്കുള്ള പിന്തുണ ശക്തമാണ്. അടിസ്ഥാന തലത്തിലുള്ള ഈ പിന്തുണയെ വോട്ടാക്കി മാറ്റുവാനും അതിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയാക്കി NDA മാറ്റുവാനും തന്നെയാണ് BDJS ലക്ഷ്യം വെക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തുടനീളം ഗ്രാമവിജയ് യാത്ര എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ BDJSന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 10 വിജയ് യാത്ര ആരംഭിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും 2ആയി തിരിച്ച് കമ്മിറ്റികൾ രൂപീകരിക്കും. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഈ മാസം 30-നകം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മണ്ഡലങ്ങൾക്ക് കൈമാറും. ജൂലൈ 31-നകം എല്ലാ മണ്ഡലം കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാനും തീരുമാനിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് അവലോകനവും NDA കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും യോഗം വിലയിരുത്തും. തുടർച്ചയായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും യോഗം അഭിനന്ദനം അറിയിച്ചു. NDA സംവിധാനം വിപുലമാക്കി കൂട്ടായ ശ്രമത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം വരിക്കുക എന്നാണ് ലക്ഷ്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മാറ്റം കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. തിരുവനന്തപുരത്ത് നേരിയ വ്യത്യാസത്തിൽ മാത്രം വിജയം നഷ്ടപ്പെട്ട രാജീവ് ചന്ദ്രശേഖറും ആലപ്പുഴയിൽ ശക്തി പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വലിയ ജനപിന്തുണയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സാമുദായിക വ്യത്യാസങ്ങൾ മറന്ന് കേരളത്തിലെ ഹിന്ദു ജനവിഭാഗം BJP മതി എന്ന തീരുമാനത്തിലേക്ക് പതുക്കെയാണെങ്കിലും എത്തിച്ചേരുന്നുണ്ട്. ഇത് ഇനിയും കൂടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.